comment below. Hi guys, welcome back to my YouTube channel. അപ്പോൾ guys നമ്മളിന്ന് ഷോപ്പിംഗ് പോവാണ്. എന്താണെന്നറിയോ, നാളെ നമ്മൾ നാട്ടിൽ പോവും. നമ്മൾ എന്താ നല്ല നല്ല ഉടുപ്പ് വാങ്ങാൻ പോവും. ഷോപ്പിൽ നല്ല ഉടുപ്പ് വാങ്ങാൻ പോവും. എന്താണ് അതിന്റെ പേര്? മാക്സ് അല്ലേ? അതെ, കൊറേ ഷോപ്സ് ഉണ്ട്. ഞങ്ങൾക്ക് ഷോപ്പിനെ പറ്റി അറിയില്ല, രതീഷേണ്ണ അറിയാം. അതിന് മാക്സ് ഉണ്ട്, ട്രെൻഡ്സ് ഉണ്ട്, വേറൊരു കട ഉണ്ട് പറഞ്ഞു, ഹോൾസെയിൽ പോലത്തെ എന്തെങ്കിലും അങ്ങനത്തെ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞു കേട്ടു. അപ്പൊ ഗൈസ് നമ്മൾ നല്ല നല്ല ഉടുപ്പ് എടുക്കുവേ. നിങ്ങൾക്കും വരണോ? സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സമ്മർ വെക്കേഷനായിട്ട് ഇപ്രാവശ്യം ഞങ്ങൾ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ. അപ്പോൾ പോകുന്നില്ല എന്നുള്ള പ്ലാനിലായിരുന്നു. പിന്നെ പെട്ടെന്ന് ഞങ്ങൾ പതിവ് പരിപാടി തന്നെ പ്ലാൻ ചേഞ്ച് ചെയ്തു. ലീവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ പിന്നെ ഒന്ന് നാട്ടിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ ഗൈസ് ഒരു കാര്യം കൂടി, റെസ്റ്റോറന്റ് പോയി കഴിക്കാം, ഷോപ്പിങ്ങിന് പോകും. നല്ല ഫുഡ് കഴിക്കും ഞങ്ങൾ. നിങ്ങൾ ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്യണം ഗൈസ്. ടേസ്റ്റ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, കമന്റ് ചെയ്യണേ. എത്ര അല്ല, അവര് കഴിക്കാണെങ്കിൽ അവര് പറയില്ല, അവരോട് ട്രൈ ചെയ്ത് നോക്കാന്. അത് ടേസ്റ്റ് ഉണ്ടെങ്കിൽ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാതെ എല്ലാവരും. ഇതിപ്പോ പുതിയതായിട്ട് തുറന്ന ഒരു റെസ്റ്റോറന്റ് ആണ് കേട്ടോ. ഞങ്ങൾ വന്നിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. ഇത് രതീഷേണ്ണുള്ള നീർദോശയാണ് കേട്ടോ. ഇത് ഇഡലി അനൂനാണ്. പിന്നെ അദ്വൈക്ക് പുലാവാണ് കേട്ടോ പറഞ്ഞത്. ഞാൻ നീർദോശ കഴിച്ചിട്ടില്ല. എനിക്ക് പിന്നെ ആസ് യൂഷ്വൽ ഞാൻ മസാല ദോശയുടെ ആളാണ്. അപ്പോൾ പിന്നെ മസാല ദോശയും വടയും, പിന്നെ നല്ല ഉഗ്രനൊരു ടീ. ഈ നീർദോശയുടെ കൂടെ നല്ലൊരു സ്വീറ്റും കിട്ടി കേട്ടോ. ഇത് വെജ് റെസ്റ്റോറൻ്റാന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ നല്ല കിഡിലനൊരു ഡിന്നറൊക്കെ പാസ്സാക്കി ഞങ്ങൾ ഇറങ്ങുവാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല യമ്മി ഫുഡുമാണ്, അതുപോലെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ ഇവിടെ. ഇനി നമുക്ക് നേരെ ഷോപ്പിങ്ങിന് വിട്ടാലോ അല്ലേ. ഇപ്രാവശ്യം അപ്പോൾ മാക്സും ട്രെൻഡ്സും ഒന്നും വേണ്ട, അത് നമ്മൾ എപ്പോഴും പോകുന്നതല്ലേ. ഇവിടെ ഒരു ഹോൾസെയിൽ ഷോപ്പ് ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അതും കൂടി നമുക്ക് എങ്ങനെയാണെന്നൊന്നും അറിയണ്ടല്ലേ. ഇതാണ് കേട്ടോ ഷോപ്പ്, MS ബെസ്റ്റ് ബൈ. ഇവർക്ക് ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഉണ്ട് കേട്ടോ. യലഹങ്ക ദൊഡ്ബല്ലപുരയാണ് കേട്ടോ ഈ ഷോപ്പ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളൊരു ഫ്രണ്ട് വഴി അറിഞ്ഞതാണ് ഇവിടെ ഇങ്ങനെ ഒരു ഷോപ്പ് ഉണ്ടെന്നുള്ളത്. ഇതെല്ലാം നല്ല ബ്രാൻഡഡ് പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ. ഇവിടെ പ്രൈസിന് ഒരുപാട് കുറവുണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ അഫോർഡബിൾ ആണ്. കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് നമുക്ക് നോക്കി സെലക്ട് ചെയ്യാമെന്ന് മാത്രം കേട്ടോ. അപ്പോൾ നല്ല ഷോപ്പാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ പോകുന്നത്, പക്ഷേ കിടിലും കളക്ഷനാണ് കേട്ടോ. ഞാൻ നോക്കുന്നത് മൊത്തം കോട്ടൺ പ്രൊഡക്ട്സ് തന്നെയാണ് കേട്ടോ. കോട്ടൺ സൽവാസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ഞാൻ നോക്കുന്നത്. കാരണം നാട്ടിൽ ഭയങ്കര ചൂടാണെന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ ഒന്നാമത് എനിക്ക് ചൂട് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ കോട്ടൺ അല്ലാതെ പോളിസ്റ്റർ ഒന്നും ഇട്ടിട്ട് എനിക്ക് അവിടെ പോകാൻ പറ്റില്ല. സിന്തറ്റിക് മെറ്റീരിയൽ ഒന്നും പറ്റില്ല. വേറെ ഒരു പ്രൊഡക്റ്റ് എനിക്ക് പറ്റില്ല. എനിക്ക് കോട്ടൺ തന്നെ വേണം മെറ്റീരിയൽ. അപ്പോൾ ഞാൻ അത് സെർച്ച് ചെയ്ത് വന്നതാണ് കേട്ടോ ഇങ്ങോട്ട്. പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ഇത്രയും ഭംഗിയുള്ള ഡിസൈൻസിലൊക്കെ വരുന്ന നല്ല ഡ്രസ്സസൊക്കെ ഞാൻ അധികം അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. കോട്ടൺ നമ്മൾ നോക്കുമ്പം അത്രയും ഭംഗിയില്ലാത്ത അങ്ങനെയല്ല നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത് പക്ഷേ നന്നായിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നൊരു ചെറിയ പർച്ചേസൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. ഇനി എനിക്ക് മാക്സിലും കൂടെ പോകണം കേട്ടോ. അവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. എനിക്കുള്ളതൊക്കെ പർച്ചേസ് ചെയ്തു. ഇനിയിപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. മാക്സിലാണ് വന്നത്. അത് നോക്കട്ടെ എൻ്റെ സംഭവം. ആണോ മേക്കപ്പോ? ഓക്കെ. വിമൻസ് ഡേ ഷോപ്പിംഗ് വ്ളോഗിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇവർ ഈ സെക്ഷനിൽ വന്ന പിന്നെ ഇവിടുന്ന് പോവില്ല എന്ന് കേട്ടോ.
എനിക്കിഷ്ടമായിട്ടോ, വൈറ്റ് നല്ല ഭംഗിയുണ്ട്. അനുവിന് ഇഷ്ടപ്പെട്ട അനുവിൻ്റെ സെലക്ഷൻ. അത് സിമ്പിൾ അല്ലേ? അതല്ല, അതിൻ്റെ അടുത്ത് കുഞ്ഞുങ്ങൾ ടോയ് സെക്ഷനിലും ഹെയർ ബാൻഡ് സെക്ഷനിലൊക്കെ കിടന്ന് കറങ്ങുന്ന പോലെയാണ് കേട്ടോ. ഞാൻ ഈ ഹാൻഡ് ബാഗിൻ്റെ സെക്ഷൻ വന്നാൽ ഞാൻ അവിടെ സ്റ്റക്കാവും. എന്നിട്ട് എനിക്കൊരു ഹാൻഡ് ബാഗ് വേണമായിരുന്നു കേട്ടോ. ഞാൻ അതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് അനുവാണ് കേട്ടോ ആദ്യം ഇത് പറഞ്ഞത്, നല്ല ഹാൻഡ് ബാഗ് അമ്മ അത് വാങ്ങിക്കുകയെന്ന്. അപ്പം നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ വൈറ്റ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ എനിക്ക് ബ്ലാക്ക് മതി എന്നുള്ള പ്ലാനിലായിരുന്നു. അപ്പോൾ ഇവർക്കൊക്കെ ബ്ലാക്ക് അല്ല വൈറ്റാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്. ഇതെങ്ങനെയുണ്ട്? എൻ്റെ കയ്യിൽ ഓൾറെഡി വൈറ്റ് ഉണ്ട് കേട്ടോ. അതാണ് എനിക്കിത് വേണോ അതോ ബ്ലാക്ക് വേണോ എന്നുള്ളൊരു ഡൗട്ട്. ഇങ്ങനെ എടുക്കാം അല്ലേ? ഈ ടോപ്പൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. അത് നല്ലതാ, ഇത് നല്ലതാ. 5 to 6 ഏജ് നോക്കട്ടോ. എടുത്തോ. 9 to 10. ഗ്രീനൊക്കെ നല്ലതല്ലേ? ഞങ്ങൾ അദ്വിക്ക് പിങ്കാണ് കേട്ടോ സെലക്ട് ചെയ്തത്. കാരണം അനുവിന് ഡ്രസ്സിനായിട്ട് മാച്ചായിട്ട് വരുമല്ലോ. പക്ഷേ ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് രണ്ടുപേർക്കും സെയിം ക്ലോത്ത് അങ്ങനെ കിട്ടുന്നില്ല. ഒരാൾ ടീനേജിലേക്ക് അടുക്കാറായല്ലോ. രണ്ടുപേരുടെയും ഡ്രസ്സിൻ്റെ സെക്ഷൻ തന്നെ ഇപ്പോൾ 2 കേട്ടോ. അപ്പോൾ സെയിം ക്ലോത്ത്സ് ഒന്നും കിട്ടാനില്ല ഇപ്പം. കറക്റ്റാ? അത് ഹുഡിയാണ്. അത് വല്ല തണുപ്പ് കാലത്തൊക്കെ. ഇത് ഓക്കെയാ, ഇത് കുഴപ്പമില്ല. അത് നന്നായിട്ടല്ലോ. കമന്റ് ബിലോ. പിങ്ക്, അത് നന്നായിട്ട്. കറക്റ്റ് അല്ലേ? അത് കറക്റ്റാ. ഇതൊക്കെ കുറച്ച് പാർട്ടി വെയർ ടച്ച് ഉണ്ട് കേട്ടോ. ഇതൊന്നും ചൂടെടുക്കില്ല. കണ്ടോ അല്ലേ? സെയിം ആകണ്ട. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ അതേപോലെ. ഇവർക്ക് രണ്ടുപേർക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് പോകാൻ ഇഷ്ടമേ അല്ല കേട്ടോ. കറങ്ങി തിരിഞ്ഞ് പിന്നെ അവിടെ തന്നെ വരും. നാട്ടിലേക്കുള്ള ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അപ്പം ഇനി നാട്ടിലെ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ബൈ.